ഹലോ ഫ്രണ്ട്സ്, മലയാളം ക്വിസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യം ചോദിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഉത്തരം നൽകാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിലിതാ നിങ്ങൾക്കായി 30 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വിസ് ക്വസ്റ്റ്യൻസ്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനുകളാണുള്ളത്. അതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയമുണ്ട്. അപ്പോൾ വൈകാതെ നമുക്ക് ക്വിസിലേക്ക് കടന്നാലോ? 1. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം നവംബർ 26. 2. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. 3. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളാണ് ആദ്യം ഉൾപ്പെടുത്തിയിരുന്നത്? ഉത്തരം 7. 4. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 389. 5. ഇന്ത്യയിലെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 6. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം സച്ചിദാനന്ദ സിൻഹ. 7. ഭരണഘടനയുടെ ഏത് ഭാഗമാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഭാഗം 3. 8. ഇതിൽ ഏതാണ് മൗലികാവകാശമല്ലാത്തത്? ഉത്തരം സ്വത്തവകാശം. 9. ലോകസഭയുടെ കാലാവധി എത്രയാണ്? ഉത്തരം 5 വർഷം. 10. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഷെഡ്യൂളുകളുണ്ട്? ഉത്തരം 12. 11. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം 35 വയസ്സ്. 12. തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നതിനെ കുറിച്ച് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 17. 13. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ലിഖിത ഭരണഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഭരണഘടന. 14. മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം റഷ്യ. 15. വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 21A. 16. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 17. ലോകസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 25. 18. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു? ഉത്തരം 12. 19. യഥാർത്ഥ ഭരണഘടന എഴുതാൻ ഉപയോഗിച്ച ഭാഷ ഏതാണ്?
ഉത്തരം ഇംഗ്ലീഷ്. 20. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? ഉത്തരം 6. 21. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം പ്രസിഡന്റ്. 22. 8ാം ഷെഡ്യൂളിൽ എത്ര ഭാഷകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്? ഉത്തരം 22. 23. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. 24. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പരാമർശിക്കുന്നത്? ഉത്തരം ഭാഗം 9. 25. രാഷ്ട്രപതിയെ ഇംപ്രീച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 61. 26. വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമാക്കിയ ഭേദഗതി ഏത്? ഉത്തരം 86. 27. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? ഉത്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 28. ലോകസഭ പിരിച്ചുവിടുവാൻ ആർക്കാണ് അധികാരം? ഉത്തരം പ്രസിഡന്റ്. 29. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആർക്കാണ് അധികാരം? ഉത്തരം പാർലമെന്റ്. 30. ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ആർട്ടിക്കിൾ 32. അപ്പോൾ ഇന്നത്തെ 30 ചോദ്യങ്ങൾക്കും അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതിനൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ക്വിസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഗെയിമായി കാണുന്നത് വരെ ഗുഡ് ബൈ.